അർജന്റീന ക്യാപ് വെർദെ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ജൂലൈ 4-ാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 അർജന്റീന ക്യാപ് വെർദെ പോരാട്ടം നടക്കുന്നത്. മത്സരം ആര് വിജയിക്കും? കടലാസിലും സ്ട്രെങ്ത്തിലുമെല്ലാം അർജന്റീന ഒരുപാട് മുന്നിലാണ്. പക്ഷേ ക്യാപ് വെർദെ എന്ന ടീമിൻ്റെ വിശ്വാസം അവർ ഗ്രൂപ്പ് റൗണ്ടിൽ നടത്തിയ വിശ്വസനീയമായ പോരാട്ടമാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പിന് സാധ്യതയുമായി വന്ന സ്പെയിനെ ഗോൾ രഹിത സമനിലയിലാണ് അവർ തളച്ചത്. ഈ ധാരണ കൃത്യമുള്ള സ്കലോണി അതിനനുസരിച്ച് തന്നെ പ്ലാനിങ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അർജന്റീന ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് എന്താണ്? ക്യാപ് വെർദെക്കെതിരെ ഏറ്റുമുട്ടുമ്പോൾ അർജന്റീന സൂക്ഷിക്കേണ്ടത് ക്യാപ് വെർദെയുടെ ഏത് മുന്നേറ്റങ്ങളെയാണ്. ഒരു ചെറിയ തെറ്റ് പോലും മത്സരത്തിൻ്റെ ഗതി മാറ്റിമറിക്കുമെന്ന് നമ്മൾ ഇത്തവണ പല മത്സരങ്ങളിലായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ക്യാപ് വെർദെ അർജന്റീന പോരാട്ടത്തിൽ അർജന്റീന ആദ്യ ഗോൾ കൺസീഡ് ചെയ്യുകയാണെങ്കിൽ അത് അർജന്റീനയ്ക്ക് വളരെ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം അവരുടെ ഡിഫൻസ് അത്രക്കും സ്ട്രോങ് ആയി നിൽക്കുന്ന ടീമുകളിലൊന്നാണ്. അവർ 11 പേരും ഡിഫൻസിൽ അടഞ്ഞു തന്നെ നിൽക്കും. അവർ ഓൾറെഡി ഒരു ഗോൾ സ്കോർ ചെയ്താൽ അവരുടെ ഡിഫൻസ് പാർക്ക് ദി ബസ് ഡിഫൻസ് സ്റ്റൈലിലേക്ക് മാറും. അതായത് അവരുടെ എല്ലാ താരങ്ങളും ഡിഫൻസിൽ അണിനിരക്കും. ഇതിലൂടെ ഗോൾ അടിക്കുക എന്നുള്ളത് ഏത് ടീമിനും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അവരുടെ ചെറിയ പിഴവുകൾ മുതലെടുത്താൽ മാത്രമേ സ്കോർ ചെയ്യാനാകൂ. അതുകൊണ്ട് അർജന്റീന ഒരിക്കലും ആദ്യം ഗോൾ വഴങ്ങരുത്. ഇത് വളരെ വലിയ തിരിച്ചടിയായ ഒരു കാര്യം കൂടിയാണ്. ഇനി 90 മിനിറ്റും ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചാലും അർജന്റീനയ്ക്ക് വളരെ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം അർജന്റീനയ്ക്ക് എമി മാർട്ടിനസ് ഉള്ളതുപോലെ തന്നെ ക്യാപ് വെർദെ എന്ന കൊച്ചു രാജ്യത്തിന് അവരുടെ ഗോൾ വിലക്കാക്കാൻ 41-കാരനായ വൊസീഞ്ഞയുണ്ട്. മിന്നും പ്രകടനമാണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ നടത്തിയത്. സ്പെയിനിനെതിരായുള്ള ആദ്യ മത്സരമൊക്കെ എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയാലും ഇരു ടീമുകൾക്കും തുല്യ അവസരങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ സൃഷ്ടിക്കുക. ഇനി സ്പെയിൻ പയറ്റിയ എപ്പോഴും അറ്റാക്ക് ചെയ്യുക എന്നത് അവരുടെ ഡിഫൻസിനെ സെറ്റാക്കി നിർത്തുന്നത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് എതിർ ടീമിനെ അർജന്റീൻ പോസ്റ്റിലേക്ക് വലിക്കുക എന്നുള്ളത് സ്കലോണിക്കും അർജന്റീനയ്ക്കും അത്യാവശ്യമായ പ്ലാനുകളിലൊന്നാണ്. ക്യാപ് വെർദെക്കെതിരെ അങ്ങനൊരു പ്ലാനിങ് നടന്നാൽ അർജന്റീനയ്ക്ക് സുഗമമായിരിക്കും കാര്യങ്ങൾ. ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. ഈ ഒരു മത്സരത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.